ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈസി ആയിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. കുമ്പളങ്ങ വെച്ചിട്ടാട്ടോ അന്നത്തെ കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആവശ്യത്തിനുള്ള കുമ്പളങ്ങ മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടേ. അപ്പോൾ അതാ നമ്മുടെ കുമ്പളങ്ങ ഒന്ന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി, വലിയ സൈസാണെങ്കിൽ ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു 1.5 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മസാലകളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തക്കാളിയും കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണേ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഒന്ന് പെട്ടെന്ന് വെന്ത് വരണം. നമ്മൾ കുമ്പളങ്ങയും തക്കാളിയും കൂടി ഒപ്പിട്ടാൽ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടില്ല കേട്ടോ. ഇനി ഇതിനൊരു അരപ്പും കൂടി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് വേവട്ടെ. അപ്പോൾ അരപ്പിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ജീരകം, ചെറിയ ജീരകം മാത്രം മതിയേ. ചെറിയ ജീരകം ഇട്ടിട്ട് നല്ലതുപോലെ മഷി രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അരച്ചിട്ട് വരാം. അതുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊന്ന് വെന്തോന്നൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കറി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പരിപ്പൊന്നും ചേർക്കാതെ പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ കറിക്ക് ഒരു മോരുകറീൻ്റെ ടേസ്റ്റൊക്കെയാണ്, പക്ഷേ നമ്മൾ മോരൊഴിക്കാതെ തക്കാളി ഇട്ടിട്ട് ഒരു കറി അടിപൊളി ടേസ്റ്റാണ്. വളരെ ഈസിയായി ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നു. തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതൊന്ന് വറുത്തിടണേ. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കും. കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ സമയത്ത് നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മിക്സ് നമുക്ക് കറിയിലേക്കൊന്ന് പകർന്നു കൊടുക്കാം. അടിപൊളി ടേസ്റ്റ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്